എറണാകുളം ജില്ലയിൽ പുതുതായി വർക്ക് തീർന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ എടപ്പള്ളി പറവൂർ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു എലിവേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും എടപ്പള്ളി ലുലു മാളിലേക്ക് 15 കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിലേക്കും ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കും 13 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. കൂടാതെ പറവൂർ ടൗണിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രമേ ഹൈവേയിലേക്ക് വരുന്നുള്ളൂ. മനോഹരമായ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിട്ടുണ്ട്. 2 വലിയ വണ്ടി ഈസിയായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. അതിന് സെപ്പറേറ്റായി ടാങ്കെല്ലാം മുകളിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു അലക്കുകല്ലും കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന ചെറിയ ചെടികളെല്ലാം നടാവുന്നൊരു സ്പേസും കൂടാതെ ഇവിടെയായി ഒരു അമ്മിക്കല്ലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. കിണർ വരുന്നത് വടക്കിഴക്കേ മൂലയിലായാണ്. ആ ഒരു കിണറിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും പ്ലാവുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമായിട്ടുള്ളൊരു ലിവിംഗ് ഹാളും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നല്ല CNC കട്ടിങ്ങിൽ വരുന്ന വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ലിവിംഗ് ഹാളിൻ്റെ നിർമ്മാണം. അത്യാവശ്യം വിശാലമായത് തന്നെയാണ്. 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് ഹാളിൽ തന്നെയാണ് TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തായാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ്. നല്ല വിശാലമായ ഒരു ലിവിംഗ് ഹാളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ് ഹാൾ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. നല്ല പാർട്ടീഷനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വർക്കും കാണാൻ കഴിയും. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ ഏരിയയായി വരുന്നത്. 8 സീറ്ററോ 10 സീറ്ററോ വരുന്ന ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവിടെ കാണാം. നല്ലൊരു ക്രോക്കറി ഷെൽഫ് ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോർണറിലായി നല്ലൊരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ നല്ല വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഈ ഒരു ഭിത്തിയിലെല്ലാം നല്ല ഡിസൈനോടുകൂടി വരുന്ന ടൈൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോൺക്രീറ്റിൽ റൂഫ് വരുന്ന രീതിയിൽ തന്നെയാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലെ നിലയിൽ 3 ബെഡ്റൂമുമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആർട്ട് വർക്കാണ് ഈ കാണുന്ന ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് തന്നെയാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇവിടെയാണ് കബോർഡ് വരുന്നത്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. നല്ല വിശാലമായ ഒരു കബോർഡ് തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ജാഗോറാണ് ഇവിടെ ബാത്റൂം ഫിറ്റിങ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 120 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും നല്ല രീതിയിലുള്ള വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ പറയുന്ന വീട് നിൽക്കുന്ന ഒരു ഏരിയ. ആ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നാച്ചുറൽ സ്റ്റോൺ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി
സ്റ്റെയറിൻ്റെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചപ്പോൾ സ്റ്റെയറിൻ്റെ ഭിത്തിയിലെല്ലാം നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളും ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലെ നിലയിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വിശാലമായൊരു ഹോള് തന്നെയാണ്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലെ നിലയിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് മെയിൻ ബെഡ്റൂമുകളിലേക്കെല്ലാം പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ 120 സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് നല്ല ഭംഗിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പോട് കൂടി വരുന്ന വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല രീതിയിലുള്ള വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും ലഭ്യമാണ്. അടുത്തതായി വരുന്ന ബെഡ്റൂമിന് കോമൺ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. അതൊരു പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമും ബാത്റൂമുമാണ് നമുക്ക് ഇനി കാണാൻ കഴിയുക. അവിടെ നിന്നും ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാനുണ്ട്. നല്ല രീതിയിലാണ് യൂട്ടിലിറ്റിയും ബാൽക്കണിയും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം എടപ്പള്ളി പറവൂർ ഹൈവേയിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 5 ബാത്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 99 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.